ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായുള്ള നവനാളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവകരുണയെക്കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നവനാൾ കർത്താവിൻ്റെ ആഗ്രഹമാണ്. അത് ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നമ്മൾ കാണുന്നുണ്ട്. 1059 ഖണ്ഡികയിൽ സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് കൊടുത്ത ദർശനങ്ങളുടെ കുറിപ്പ്. അതിൽ 1059 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത്, കരുണയുടെ തിരുനാളിന് മുമ്പായി ഒരു നവനാൾ നടത്താൻ ഈശോ എന്നോട് കൽപ്പിച്ചു. ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിന് വേണ്ടിയും ദൈവകരുണയുടെ അംഗീകാരത്തിന് വേണ്ടിയും ഞാനിത് ആരംഭിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി ഈ ദൈവകരുണയുടെ നവനാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് 6ാം ദിവസമാണ്. പ്രിയമുള്ളവരെ, വലിയ പ്രാർത്ഥനയോടെ എളിമപ്പെട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്. അച്ഛൻ്റെ ലുക്കിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് കണ്ണട മാറ്റിയിരിക്കുന്നതാണ്. ഞാൻ തന്നെയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. ദൈവകരുണയുടെ ചുവട്ടിലേക്ക് നമ്മളെ തന്നെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവകരുണയിൽ ശരണപ്പെടാനുള്ള, ദൈവകരുണ അനുഭവിക്കാനുള്ള തടസ്സങ്ങൾ. പ്രധാനമായിട്ടും 2 തടസ്സങ്ങളാണ്. ഒന്ന് പ്രമാണ ലംഘനം, 2 പാപത്തിലേക്കുള്ള ചായ്വ്. ഈ വിഷയത്തെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്കുണ്ടാകണം. എന്താണത്? കർത്താവിൻ്റെ കരുണ എനിക്ക് അനുഭവിക്കാനുള്ള 2 തടസ്സങ്ങളായിട്ട് എന്നിലുള്ളത്. ഒന്ന്, ഞാൻ ചെയ്യുന്ന പാപങ്ങൾ, പ്രമാണ ലംഘനങ്ങൾ. 2, പാപത്തിലേക്കുള്ള എൻ്റെ ഇൻക്ലിനേഷൻ. അത് തലമുറകളിലൂടെ വന്നതാണ്, അത്തരമൊരു ചായ്വ്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ദൈവകരുണ അനുഭവിക്കാൻ നമുക്ക് പറ്റാതെ വരും. ഈ ദൈവകരുണ എന്ന് നമ്മൾ പല ആവർത്തി പറയുമ്പോഴും എന്താണ് ആഫ്റ്റർ ഓൾ ഈ ദൈവകരുണ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. എന്താണ് ദൈവകരുണ? ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, ദൈവകരുണ ഈസ് ഗാഡ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീ. എന്നെ നോക്കുമ്പോൾ എന്നിലേക്കുള്ള കർത്താവിൻ്റെ മനോഭാവത്തിൻ്റെ പേരാണ് ദൈവകരുണ. എന്നെ കാണുമ്പോൾ കർത്താവിൻ്റെ മനസ്സിലതാ കരുണ. അപ്പോൾ ആത്യന്തികമായിട്ട് ദൈവകരുണയെ മനസ്സിലാക്കേണ്ടത്, എന്നെ കാണുമ്പോൾ, എൻ്റെ പാപാവസ്ഥ കാണുമ്പോൾ, എന്നിൽ സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ കാണുമ്പോൾ കർത്താവിനുണ്ടാകുന്ന സ്വാഭാവിക തോന്നലില്ലേ, ആ സ്വാഭാവികമായിട്ടുള്ളൊരു നിലപാട് എന്നിലേക്കുള്ള, അതിൻ്റെ പേരാണ് ദൈവകരുണ. അങ്ങനെ മനസ്സിലാക്കി വേണം ദൈവകരുണയെ അടുത്തറിയാൻ, ഇനിയും അറിയാൻ ശ്രമിക്കേണ്ടത്. നമ്മളിപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഈ ദൈവകരുണ കിട്ടാൻ. ശരിക്കും നമുക്ക് ഈ സമീപകാലത്തായിട്ട് ഈ ദൈവകരുണയുടെ പ്രേഷിതത്വം കൂടി വരുന്നുണ്ട്. ദൈവകരുണ നല്ലതാണത്, ഉണ്ടാകട്ടെ, ആ ചിന്തയൊക്കെ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ നടക്കുന്നത് തൊടുപുഴയിലുള്ള ദൈവകരുണയുടെ ആലയത്തിൽ നിന്നാണ്. ഡിവൈൻ മേഴ്സിയുടെ ഈ സെൻറ്ററിൽ നിന്ന് ഈ ശുശ്രൂഷ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പേര് ദൈവകരുണയെ ഇപ്പം അധികമായിട്ട് അനുഭവിക്കുന്നു, ദൈവകരുണയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. നല്ലതാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അതായത് ആ ഒഴുക്കിനൊപ്പം നമ്മളിങ്ങനെ പോകുന്നു. ഇടയ്ക്കൊന്ന് നിന്നിട്ട് ചോദിക്കണം, ശരിക്കും എനിക്ക് ദൈവകരുണ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? പറച്ചിലുണ്ട്, പറച്ചിൽ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ചോദ്യം കിടപ്പുണ്ട് തിരിച്ചിങ്ങോട്ട്, ദൈവകരുണ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള തടസ്സം എന്താണ്? ദൈവകരുണ അനുഭവിക്കാനുള്ള തടസ്സം എന്താണ്? ഞാൻ ഈ ടോക്ക് കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, സാധാരണ നിങ്ങൾക്കറിയാം, നമ്മൾ ബൈബിളിൽ നിന്നാണ് കൂടുതൽ പറയാറുള്ളത്. ഇതിപ്പം നമ്മൾ ഫൗസ്റ്റീനയുടെ ഡയറി, നിങ്ങളുടെ കയ്യിലൊക്കെ ഈ പുസ്തകം ഉണ്ടാകും. ഫൗസ്റ്റീനായി കിട്ടിയ ദർശനത്തിൻ്റെ ഈ കുറിപ്പുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ അതൊരെണ്ണം കയ്യിലുള്ളത് നല്ലതാണ്. ഞാൻ കൂടുതലും ഇത് വായിച്ച് മനസ്സിലാക്കി, അങ്ങനെ വലിയൊരു കനഗംഭീര ടോക്കായിട്ടൊന്നും വിചാരിക്കേണ്ടതിനെ നമ്മൾ റിഫ്ലക്റ്റീവ് മൂഡിൽ ഇതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി പോകാനൊരു ശ്രമം നടത്തുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് ദൈവകരുണ എന്ന് പറഞ്ഞു. എന്താണ് ദൈവകരുണ? ഇറ്റ്സ് എ ബേസിക് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീ. ഗോഡ്സ് ബേസിക് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീ. ദൈവത്തിന് എന്നോടുള്ള നിലപാടാണ്, മനോഭാവമാണ് കരുണ. ഓക്കെ, ഗുഡ്, ഫൈൻ. ഇനി അതെനിക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? അതെനിക്ക് അനുഭവിക്കണമല്ലോ, എനിക്കത് ഫീൽ ചെയ്യണമല്ലോ. ഫീൽ ചെയ്യാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരമാണ് ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിലെ 1577 നമ്പർ. ഇതിങ്ങനെയാണ്. ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഞാൻ എന്തോ കുറേ ടെക്സ്റ്റ് വായിച്ച് കേൾപ്പിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ആ വായന തന്നെ ഒരു പ്രാർത്ഥനയാകട്ടെ. 1577 പറഞ്ഞിരിക്കുന്നത്,
ആത്മാക്കളിൽ പ്രവർത്തിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന എൻ്റെ കരുണയ്ക്ക് ആത്മാക്കളിൽ പ്രവർത്തിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന എൻ്റെ കരുണയ്ക്ക് അവരുടെ സ്വന്തം ഹൃദയങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്ന് ആത്മാക്കളോട് പറയുക. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ദൈവകരുണ നമ്മളിൽ പ്രവർത്തിക്കാൻ, ദൈവകരുണ നമ്മൾ അനുഭവിക്കാൻ തടസ്സം ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ അത്? നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവകരുണയ്ക്ക് എൻ്റെ കരുണയ്ക്ക് അവരിൽ പ്രവർത്തിക്കാൻ അവർ തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്ന് അവരോട് പറയണം. അവർ തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്ന് അവരോട് പറയണം. എന്നിട്ട് പറയുന്നു, ഹൃദയവാതിൽ തുറന്നു തരുന്ന എല്ലാവരിലും എൻ്റെ കരുണ പ്രവർത്തിക്കും. അടുത്ത ചോദ്യമാണിത്, നമ്മുടെ അടുത്ത സംശയമാണിത്. ആരിലാണ് ഈ ദൈവകരുണ പ്രവർത്തിക്കുന്നത്? ഇത് കുറച്ച് പേർക്ക്, കുറച്ച് പ്രേക്ഷിതർക്ക്, കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്നവർക്ക്, മിനിസ്ട്രി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ മുഴുവൻ സമയവും കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ച് എല്ലാത്തിൽ നിന്നും റിട്രൈവ് ചെയ്ത് സ്വസ്ഥതയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നവർക്ക് മാത്രമുള്ള അവകാശമാണോ ദൈവകരുണ? അല്ല. ഇത് വളരെ എവിഡൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൃദയവാതിൽ തുറന്നു തരുന്ന എല്ലാവരിലും എൻ്റെ കരുണ പ്രവർത്തിക്കും. എല്ലാവരിലും എൻ്റെ കരുണ പ്രവർത്തിക്കും. നോ എക്സെപ്ഷൻസ്. എല്ലാവരിലും ഒറ്റ കാര്യമേ ഉള്ളൂ, ഡിസ്പോസിഷൻ. നമ്മൾ തുറന്നു വയ്ക്കണം, നമ്മൾ താല്പര്യം കാണിക്കണം. ഇത് ബൈബിളിൻ്റെ ആശയമാണ്. ഇത് ബൈബിളിൻ്റെ, അതുകൊണ്ടല്ലേ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതൊന്നും ബൈബിൾ വിരുദ്ധമൊന്നുമല്ല, ബൈബിളിൻ്റെ എക്സ്റ്റൻഷനാണ്. കർത്താവ് പറയുന്നില്ല, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും അകത്ത് നിന്ന് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ദൈവകരുണയും പറയുന്നത്. ഇങ്ങനെയാണ്, ഹൃദയവാതിൽ തുറന്നു തരുന്ന എല്ലാവരിലും എൻ്റെ കരുണ പ്രവർത്തിക്കും. കർത്താവിന് വേണ്ടി ഒന്ന് ചങ്ക് തുറന്നു വയ്ക്കാവോ? ഞാൻ ഇടവകളിലൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ പറയാനുള്ളൊരു കാര്യമുണ്ട്. നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഹൃദയത്തിൻ്റെ വാതിൽ കംപ്ലീറ്റ്ലി കർത്താവിന് തുറന്നിടത്തില്ല. നമുക്കൊരിടമുണ്ട്, നമുക്കൊരു മൂലയുണ്ട് ഹൃദയത്തിൻ്റെ. ആ മൂലയ്ക്കാണ് നമ്മുടെ ചില പാപങ്ങൾ നമ്മൾ പാത്തു വെച്ചിരിക്കുന്നത്. ആ മൂലയ്ക്കാണ് ചില പാപ ചായ്വുകളെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കി വാതിലൊക്കെ ഉണ്ടല്ലോ, അനുഗ്രഹം വേണ്ട, കർത്താവിൻ്റെ കൃപ വേണ്ട, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കുറച്ച് മേഖലകളില്ലേ, അതങ്ങ് തുറന്നു വെച്ചിട്ട് ആ ഭാഗം അങ്ങ് ചാരിയിട്ടേക്കും, അടച്ചിട്ടേക്കും. പറ്റില്ല. കർത്താവ് ആവശ്യപ്പെടുന്നു, ഹൃദയവാതിലുകൾ തുറന്നു തരുന്ന എല്ലാവരിലും എൻ്റെ കരുണ പ്രവർത്തിക്കും. അപ്പം നമ്മുടെ ഡിസ്പോസിഷനാണ് പ്രധാനപ്പെട്ടത്. എന്നിട്ട് അപ്പം നമ്മൾ പറയും, ഇതാർക്കാ ഇത് വേണ്ടേ? ദൈവകരുണ ആർക്കാ ആവശ്യം? അപ്പം നമുക്ക് വേണമെങ്കിൽ തോന്നുകയും നമ്മൾ തന്നെ ജസ്റ്റിഫൈ ചെയ്യും, എനിക്കിപ്പോൾ ദൈവകരുണ അത്ര അത്യാവശ്യമില്ല, ഞാൻ വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. നോ, അങ്ങനെ പറയരുത്. അടുത്ത വാക്യം, പാപിക്കും നീതിമാനും എൻ്റെ കരുണയുടെ ആവശ്യമുണ്ട്. പാപിക്കും, എല്ലാവർക്കും, ആരും എക്സെപ്ഷൻ ഇല്ലെന്ന്. പാപിക്കും നീതിമാനും എൻ്റെ കരുണയുടെ ആവശ്യമുണ്ട്. എന്നിട്ട് ഈ ദൈവ കരുണ കിട്ടുമ്പോൾ കിട്ടുന്ന മെച്ചം എന്താണെന്നറിയാമോ? അവിടെയാണ് ആ പാരഗ്രാഫ് അവസാനിക്കുന്നത്. അത് ഭയങ്കര. ദൈവ കരുണ നമ്മളിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ദൈവ കരുണ അനുഭവിച്ച് തുടങ്ങുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് രണ്ടും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എന്തൊക്കെയാണെന്നറിയാമോ? അത് ഇവിടെ ഫൗസ്റ്റിന പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ വാക്കുകൾ കോട്ട് ചെയ്തിരിക്കുന്നത്, മാനസാന്തരവും നിലനിൽപ്പുമാണ് ദൈവകരുണയുടെ കൃപകൾ. മാനസാന്തരം, കൺവേർഷൻ, നിലനിൽപ്പ്, പെർസിവറൻസ്, ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാനസാന്തരപ്പെടുന്നുണ്ട്, വലിയ തരക്കേടില്ലാത്ത രീതിയിലേ ഇടയ്ക്കിടയ്ക്ക് മാനസാന്തരപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് നടക്കുന്നില്ല? നിലനിൽപ്പില്ല. മാനസാന്തരത്തിൽ നിലനിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞു, ഇത് ഞാനൊരു വലിയ കനപ്പെട്ട ടോക്കായിട്ടല്ല നിങ്ങളോട് പറയുന്നത്. ഇത് റിഫ്ലക്റ്റീവാണ്. നമ്മൾ ധ്യാനപൂർവം പ്രാർത്ഥിച്ചു പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾ ഈ കേട്ടതിനെ ഒന്നുകൂടെ റിഫ്ലക്റ്റ് ചെയ്യുകയും റിവൈസ് ചെയ്യുകയും ചെയ്യണം. ആത്മാക്കളിൽ പ്രവർത്തിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന എൻ്റെ കരുണയ്ക്ക് അവരുടെ ഹൃദയങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്ന് ആത്മാക്കളോട് പറയുക. അതായത് ദൈവകരുണയുടെ തടസ്സം നമ്മൾ തന്നെയാണെന്ന് അർത്ഥം. അടുത്തത്, ആരിലാണ് ദൈവകരുണ പ്രവർത്തിക്കുന്നത്? ഹൃദയവാതിൽ തുറന്നു തരുന്ന എല്ലാവരിലും എൻ്റെ കരുണ പ്രവർത്തിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവകരുണ അനുഭവിക്കണമെന്ന്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഹൃദയം തുറന്നു വെച്ച്, മറയില്ലാതെ ഹൃദയം തുറന്നു വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുക. ദൈവകരുണ അനുഭവിക്കാൻ പറ്റും. ഇനി ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എനിക്ക് ദൈവകരുണ ഇപ്പം അത്ര അത്യാവശ്യമില്ല? പറ്റത്തില്ല. പാപിക്കും നീതിമാനും എൻ്റെ കരുണയുടെ ആവശ്യമുണ്ട്. ഒടുക്കം ഈ ദൈവകരുണ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ മെച്ചം എന്താണ്?
മാനസാന്തരവും അതുപോലെ നിലനിൽപ്പും എൻ്റെ കരുണയുടെ കൃപയാണ്. മാനസാന്തരവും നിലനിൽപ്പുമാണ് കർത്താവിൻ്റെ കരുണയുടെ റിസൾട്ട് എന്ന് ഓർക്കുക. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ ഈ കേട്ടതിൻ്റെ ബാക്കിയായിട്ട് ഇത്രയും കേട്ടത്, നമ്മൾ ആദ്യം കേട്ട 1577 കണ്ണിക കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് നമ്മൾ എത്തുന്നത്, ഈ ദൈവ കരുണ അനുഭവിക്കേണ്ടത്, പാപത്തിൽ നിന്ന് അനുദപിച്ച് ദൈവകരുണയിലേക്ക് എത്തേണ്ടത് ആവശ്യമാണോ? ഇനി ഞാൻ ഘോരപാപി ആയതുകൊണ്ട് എനിക്ക് ദൈവകരുണ അനുഭവിക്കാൻ പറ്റുമോ? കാരണം നമ്മൾ ആ സ്ലോ ആയിട്ട് ഒരു പ്രോസസ്സായിട്ട് നമ്മൾ പതുക്കെ അതിൻ്റെ ചുവട് കയറി വരികയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 1728 ഫൗസ്റ്റീന ഡയറിയുടെ 1728 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എഴുതുക, ഞാൻ ത്രൈശുദ്ധനാണ്, ഏറ്റവും നിസ്സാരമായ പാപം പോലും ഞാൻ വെറുക്കുന്നു. അതായത് ദൈവകരുണ എന്ന് കേട്ടിട്ട് ഇന്നത്തെ കാലത്ത് അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. കർത്താവ് നേരത്തെ വെട്ടിവെച്ചിരിക്കുകയാണ്. ഏറ്റവും നിസ്സാരമായ പാപം പോലും ഞാൻ വെറുക്കുന്നു. പാപത്തെ ചേർത്ത് പിടിച്ചിട്ട് ദൈവകരുണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. കർത്താവ് പറയുന്നു, ഏറ്റവും നിസ്സാരമായ പാപത്തെ പോലും ഞാൻ വെറുക്കുന്നു. പാപത്തിൻ്റെ കറയുള്ള ഒരാത്മാവിനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം വരും. അതെന്നെ വർത്താന കർത്താവെ പറഞ്ഞേ, പാപത്തിൻ്റെ കറയുള്ള ആത്മാവിനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ സ്നേഹം ഇങ്ങോട്ട് എത്തില്ല. അനുദപിക്കുന്ന പാപിയെക്കുറിച്ചല്ല. പാപം ചെയ്തിട്ട് ആ പറ്റിപ്പോയ പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന പാപിയിലേക്ക് കർത്താവിൻ്റെ സ്നേഹമെത്തും, കരുണയെത്തും. അനുദപിക്കാതെ പാപത്തിൽ തുടരുന്നവരിലേക്ക് അവരെ സ്നേഹിക്കാൻ കർത്താവിന് കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നാൽ കണ്ടോ, അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. പാപത്തിൻ്റെ കറയുള്ള ഒരു ആത്മാവിനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല, എന്നാൽ മനസ്തപിക്കുന്ന ഒരാത്മാവിനോടുള്ള എൻ്റെ ഔദാര്യത്തിന് അറുതിയില്ല. എൻ്റെ കരുണ അതിനെ ആശ്ലേഷിക്കുകയും നീതീകരിക്കുകയും ചെയ്യും. അനുദപിക്കുന്ന പാപിക്ക് കർത്താവിൻ്റെ കരുണയുടെ ആശ്ലേഷം കിട്ടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചേട്ടാ, ചേച്ചി, മകനെ, മകളെ, പാപം ഒരുപാട് പറ്റിപ്പോയി. എൻ്റെ അച്ചോ, ഞങ്ങൾക്കൊക്കെ സംഭവിച്ചു പോയ പാപങ്ങൾക്ക് കണക്കില്ല. ഇനി എങ്ങനെ ദൈവകരുണ അനുഭവിക്കാൻ പറ്റുന്നത്? ഒറ്റ ഉത്തരേ ഉള്ളൂ. അനുദപിക്കുന്ന പാപിയെ പ്രമാണങ്ങളുടെ ലംഘനങ്ങളിലൂടെ കർത്താവിൻ്റെ കരുണയിൽ നീ പുറത്തു നിൽക്കുകയാണോ? ബോധപൂർവമായ ലംഘനത്തിലൂടെ, സമ്മതം നൽകിയ ലംഘനത്തിലൂടെ കർത്താവിൻ്റെ കരുണയിൽ നിന്ന് പുറത്തു നിൽക്കുകയാണെങ്കിൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ: അനുദപിക്കുന്ന പാപിയെ കർത്താവിൻ്റെ കരുണ ആശ്ലേഷിക്കും. എൻ്റെ കരുണയാൽ പാപിയെ അവരുടെ വഴികളിൽ ഞാൻ പിന്തുടരുകയും അവർ എന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എനിക്കു നൽകിയ കയ്പ് നീർ, നീ ബോധപൂർവം കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് കർത്താവിന് കൊടുത്ത കയ്പ് നീര് ഞാൻ മറക്കുകയും തിരിച്ചു വരവിൽ ആനന്ദിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ കരുണയെ അനുഭവിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തടസ്സം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, കർത്താവിൻ്റെ കരുണയെ അനുഭവിക്കാനുള്ള തടസ്സമാണ് പ്രമാണങ്ങളുടെ ലംഘനം, പാപാവസ്ഥ. അപ്പോൾ ആ പാപത്തെ മാറ്റി അനുദപിച്ച് കർത്താവിങ്കിലേക്ക് നോക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരുണ നമ്മളെ ആശ്ലേഷിക്കും, നമ്മളെ കരുണ പൊതിഞ്ഞു പിടിക്കും, സ്വർഗം സന്തോഷിക്കും. പാപത്തിൽ നമ്മൾ കർത്താവിന് കൊടുത്ത കയ്പ് നീര് അവൻ മറക്കും. ഇനി അടുത്ത ആ പാരഗ്രാഫിൻ്റെ നെക്സ്റ്റ് പാർട്ട്, അവിടെ ശരിക്കും അത് ഗൗരവത്തോടെ, ലാഘവത്തോടെ ക്രിസ്തീയ ജീവിതത്തെ എടുക്കുന്നവർ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർ ഗൗരവത്തോടെ കേൾക്കണേ. കർത്താവ് പറയുന്നത്, ഒരു വ്യക്തിയും എൻ്റെ കരത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് പാപികളോട് പറയുക. ഭയങ്കര പവർഫുള്ളാണ്. ഒരു വ്യക്തിയും എൻ്റെ കരത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് പാപിയോട് പറയുക. എന്നിട്ട് കർത്താവ് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്: എൻ്റെ കരുണാർദ്ര ഹൃദയത്തിൽ നിന്ന് അവർ ഓടിയകന്നാൽ എൻ്റെ നീതിയുടെ കരങ്ങളിൽ അവർ കുടുങ്ങും. എൻ്റെ കരുണാർദ്ര ഹൃദയത്തിൽ നിന്ന് അവർ ഓടിയകന്നാൽ എൻ്റെ നീതിയുടെ കരങ്ങളിൽ അവർ കുടുങ്ങും. നമ്മുടെ ദൈവം കരുണാമയനാണ്, നമ്മുടെ ദൈവം നീതിമാനാണ്. കർത്താവ് ആദ്യം നമുക്ക് വെച്ചു നീട്ടുന്നത് നമ്മുടെ കർത്താവിൻ്റെ കരുണയാണ്. കർത്താവിൻ്റെ കരുണയിൽ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും മറന്ന് പൊറുത്ത് കർത്താവിന് കൊടുത്ത കയ്പ് നീര് അവൻ മറന്ന് അവൻ നമ്മളെ കരുണ കൊണ്ട് ആശ്ലേഷിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗോൾഡൻ ചാൻസ് ആണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളത്. നമുക്ക് ഒറ്റ ചോദ്യമുള്ളൂ നമ്മുടെ മുമ്പിൽ: ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം, പ്രമാണ ലംഘനങ്ങൾ, അതിൽ തുടരണോ അതോ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കണോ? നമ്മൾ എങ്ങാനും തീരുമാനം എടുക്കുകയാണ്, കർത്താവിൻ്റെ കരുണ ഇപ്പം അത്യാവശ്യമില്ല, ഇപ്പം നല്ല പ്രായമല്ലേ, ഇപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം,
ഇപ്പം ഈ പാപമൊക്കെ ചെയ്തങ്ങ് പോകാം. അപ്പോൾ കർത്താവിൻ്റെ പറച്ചിലാണ്, എൻ്റെ കരുണാർദ്ര ഹൃദയത്തെ തള്ളിപ്പറയുന്നവർ എൻ്റെ നീതിയുടെ കരങ്ങളിൽ കുടുങ്ങും. ഹീസ് എ ജസ്റ്റ് ഗോഡ്. അവൻ നീതിമാനായ ദൈവമാണ്. കർത്താവ് നീതിയോടെ നമ്മളെ വിധിച്ചാൽ നമ്മളിൽ ആർക്ക് നേരെ നിൽക്കാൻ പറ്റും? അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, കർത്താവേ എന്നെ നീതിയോടെ നോക്കരുതേ, എന്നെ കരുണയോടെ നോക്കണേ. എന്നെ നീതിയോടെ, കർത്താവ് അവൻ്റെ നീതി കൊണ്ട് നമ്മളെ വിധിച്ചാൽ നമുക്കാർക്കും യോഗ്യത ഉണ്ടാകില്ല. കർത്താവിൻ്റെ കരുണയുടെ വാതിൽ കൂടെ വേഗം അകത്ത് കയറിക്കണം. ഇതിന് സമാനമായ ആശയം ഡയറിയിൽ 1146 കിടപ്പുണ്ട്. 1146 അവിടെ നല്ലൊരു വാക്യം കിടക്കുന്നത് ഇങ്ങനെയാണ്, കരുണയുടെ ഇങ്ങനെയാണ്, നീതിയുടെ ന്യായാധിപനായി ഞാൻ വരുന്നതിന് മുമ്പ് ആദ്യം എൻ്റെ കരുണയുടെ കവാടം ഞാൻ മലർക്കെ തുറക്കുന്നു. നീതിയുടെ ന്യായാധിപനായി ഞാൻ വരുന്നതിന് മുമ്പ് ആദ്യം എൻ്റെ കരുണയുടെ കവാടം ഞാൻ മലർക്കെ തുറക്കുന്നു. അടുത്തത്, കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ഭീകരമായിരിക്കും. കരുണയുടെ കവാടത്തിലൂടെ കടക്കാൻ, ദോസ് ഹു ആർ അൺവില്ലിങ് ടു എൻറ്റർ ഇൻ ടു ദി ഡോർ ഓഫ് മേഴ്സി, ആ ദൈവകരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് കർത്താവിൻ്റെ നീതിയുടെ വാതിലിലൂടെ പ്രവേശിക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ബുദ്ധി കൊണ്ട് കേൾക്കാതെ ഹൃദയം കൊണ്ട് കേൾക്കണം. നമ്മൾ ഈ പറഞ്ഞ ആ സീക്വൻസ് ഒക്കെ ഓർത്തേ, കർത്താവിൻ്റെ കരുണയ്ക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അതിനൊരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഹൃദയവാതിലുകൾ തുറന്നിട്ടാൽ മതി. ഇതെല്ലാവർക്കും വേണം, നീതിമാനും പാപിക്കും വേണം. അങ്ങനെ കർത്താവിൻ്റെ കരുണ കിട്ടിയാൽ എന്താ മെച്ചം? കർത്താവിൻ്റെ കരുണ കിട്ടിയാൽ മാനസാന്തരം ഉണ്ടാകും, നിലനിൽപ്പ് ഉണ്ടാകും. നമ്മൾ അനുദപിക്കുമ്പോൾ, ഇതിനു മുമ്പ് എത്ര ഘോര പാപം ചെയ്തവനാണെങ്കിലും അനുദപിച്ചാൽ കർത്താവിൻ്റെ കരുണ കിട്ടും. ഇതിനു മുമ്പ് നീ കർത്താവിന് കുടിക്കാൻ കൊടുത്ത കയ്പ് നീരിനെ അവൻ മറന്ന് കരുണ കൊണ്ട് ആശ്ലേഷിക്കും. ഹി വിൽ ഹഗ് യു വിത്ത് ഹിസ് മേഴ്സി. എന്ത് രസമുള്ള പ്രയോഗമാണ്. അവൻ കരുണ കൊണ്ട് നമ്മളെ ആശ്ലേഷിക്കും. എന്നിട്ട് നമ്മുടെ ഓപ്ഷനാണ് ഇനിയും. നമ്മൾ പറയുകയാണ്, ഓ കർത്താവിൻ്റെ കരുണ ഇപ്പം അത്യാവശ്യം ഇല്ല കേട്ടോ, അവിടെ ഇരുന്നോട്ടെ. കരുണ അനുഭവിക്കണമെങ്കിൽ പാപം ഉപേക്ഷിക്കണം, കരുണ അനുഭവിക്കണമെങ്കിൽ പ്രമാണങ്ങൾ പാലിക്കണം. അതുകൊണ്ട് അതല്പം ചെലവുണ്ട്, അതല്പം കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കരുണ വേണ്ട കർത്താവേ എന്നെങ്ങാനും പറഞ്ഞ ഓർത്തേക്കണേ, ഇപ്പം കരുണയെ നിരാകരിക്കുന്നവർ കർത്താവിൻ്റെ നീതിയുടെ കരങ്ങളിൽ ചെന്നുപെടും. കർത്താവിൻ്റെ കരുണയെ തള്ളിപ്പറയുന്നവര് കർത്താവിൻ്റെ നീതിയുടെ കരങ്ങളിൽ ചെന്നുപെടും. കർത്താവ് പറയുന്നു, അന്ത്യവിധിക്ക് മുമ്പ് ഞാൻ എൻ്റെ കരുണയുടെ വാതിൽ തുറന്നു വയ്ക്കും. കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടക്കേണ്ടി വരും. നമുക്കത് ബെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാം. കരുണയിൽ ആശ്രയിക്കണമെങ്കിൽ പാപം ഉപേക്ഷിക്കണം. പാപം ഉപേക്ഷിക്കാതെ കർത്താവിൻ്റെ കരുണ സത്യമായും അനുഭവിക്കാൻ പറ്റില്ല. എന്നിട്ടുണ്ടല്ലോ ഈ ഭാഗത്ത് പറയുന്നത്, തിരിച്ച് നമ്മൾ വരികയാണ് 1728 വരുമ്പോൾ, ഞാൻ പാപികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് അവരോട് പറയുക. എന്നോടുകൂടെ ചേർത്ത കർത്താവ് പറയുന്നത്. ഓരോ പാപിയോടും കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നിട്ട് എനിക്ക് വേണ്ടി അവരുടെ ഹൃദയം എന്ന് തുടിക്കുമെന്നറിയാൻ അവരുടെ ഹൃദയത്തുടിപ്പുകളെ ഞാൻ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു. ഇപ്പോൾ തുടിക്കുന്നത് മറ്റു പലതിനുമാണ്. ഇപ്പം നമ്മുടെ ഹൃദയം തുടിക്കുന്നത് മറ്റു പലതിനുമാണ്. എന്ന് നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുടിക്കുമെന്ന് നോക്കി പാർത്ത് കർത്താവ് ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തുടിപ്പുകളെ നോക്കിയിരിക്കുന്നു. എന്നാണ് കർത്താവിന് വേണ്ടി ആ മൊമെന്റ് മതിയെന്നേ. കർത്താവിന് വേണ്ടി ഹൃദയം തുടിക്കുന്ന ആ മൊമെന്റ് ദൈവ കരുണ നമ്മളിലേക്ക് കുത്തി ഒലിച്ചു വരുന്ന കാഴ്ച, അനുഭവം നമുക്ക് കിട്ടും. എന്നിട്ട് പറയുകയാണ്, എന്നാൽ പശ്ചാത്താപപൂർണമായ അവരുടെ മനസ്സാ എഴുതുക. കർത്താവ് നമ്മളിലേക്ക് കർത്താവിൻ്റെ കരുണ എത്തിക്കാൻ വേണ്ടി ഇത് കൊട്ടത്തില്ലേ, ഡോറിൻ്റെ മുമ്പിൽ തട്ടത്തില്ലേ, തട്ടുന്ന അനുഭവങ്ങൾ പറയുകയാണ്. പശ്ചാത്താപപൂർണമായ അവരുടെ മനസാക്ഷിയിലൂടെ ഈ കൊള്ളരുതായ്മയൊക്കെ കാണിക്കുമ്പോഴും അകത്തിരുന്ന് ആരോ കുറുകുന്നില്ലേ, നിർത്തുന്നേ, മതിയെന്നേ, എത്ര കാലമായെന്നേ, ഈ പാപം ഇത്രയുള്ളെന്ന് മനസ്സിലായില്ലേ, നിർത്ത്, മടുത്തില്ലേ, കർത്താവിലേക്ക് തിരിയെ ഇന്ന് ആരോ പറയുന്നില്ലേ. അതാരെന്നറിയാവോ? പശ്ചാത്താപപൂർണമായ മനസാക്ഷിയിലൂടെ, പരാജയങ്ങളിലൂടെ, ചില കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചിട്ട് നാണം കെട്ട് തോറ്റില്ലേ, കർത്താവ് ഓർമ്മപ്പെടുത്തിയതാ. പരാജയങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിയാൻ നമ്മളെ ഓർമ്മിപ്പിച്ചതാണ്. ഇടിയിലൂടെയും കൊടുങ്കാറ്റിലൂടെയും സഭയുടെ സ്വരത്തിലൂടെയും ഞാൻ അവരോട് സംസാരിക്കുന്നു. എന്നിട്ടും അവർ എൻ്റെ കൃപകളെ നിരസിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് കോപിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾക്ക് അവരെ ഞാൻ തനിയെ വിട്ടുകളയുകയും ചെയ്യുന്നു. റാത്ത് ഓഫ് ഗോഡ്, ദൈവകോപം നമ്മുടെ മേൽ ഭവിക്കുമെന്ന് കർത്താവ് ഇങ്ങനെ പല രീതിയിൽ
പല രീതിയിൽ മനസാക്ഷി കുറുകിക്കൊണ്ട് പരാജയങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, ഇടിയിലൂടെ, കൊടുങ്കാറ്റിലൂടെ, പ്രകൃതിയിലൂടെ, സഭയുടെ സ്വരത്തിലൂടെ ഒക്കെ കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടും നമ്മൾ നിരാകരിച്ചാൽ ഒടുക്കം കർത്താവ് ചെയ്യുന്നത് തന്നിഷ്ടത്തിന് നമ്മളെ വിട്ടുകളയും. നമ്മുടെ ഇഷ്ടത്തിന്, എന്താ നമ്മുടെ ഇഷ്ടം? പാപത്തിന് നമ്മളെ വിട്ടുകളയും. അത് നരകമാണ്. അതുകൊണ്ട് ദൈവജനമേ, നമ്മൾ ഈ പറഞ്ഞും കേട്ടും വന്ന കാര്യം, കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിയാൻ ഹൃദയം തുറന്നു വെക്കണം. കരുണ അനുഭവിക്കാൻ ഹൃദയം തുറന്നു വെക്കുക എന്ന് പറയുന്നത് അനുദപിക്കുക, പാപാവസ്ഥകളെ തള്ളിപ്പറയുക, പ്രമാണ ലംഘനം, പാപാവസ്ഥ ഇല്ലെങ്കിലേ ദൈവകരുണ അനുഭവിക്കാൻ പറ്റൂ. അതിനുവേണ്ടി ആഗ്രഹിക്കണം. അപ്പം അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകട്ടെ. അപ്പോൾ ഒന്നാമത്തത്, ഈ പാപാവസ്ഥയെ ഉപേക്ഷിച്ചാലാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്ന ദൈവകരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. രണ്ടാമത്തത്, ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സിൻ, പാപത്തിലേക്കുള്ള ചായ്വ്. ഇത് തലമുറകളിലൂടെ കിട്ടുന്നതാണ്. നമ്മുടെ ഈ ദൈവകരുണയുടെ പ്രധാനപ്പെട്ടൊരു പ്രഘോഷകനായ ഡോക്ടർ ജോഷിയൊക്കെ എന്നോട് പറയുമായിരുന്നു, ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, വെച്ചാൽ ഇറ്റ്സ് മോർ സയൻറ്റിഫിക്. അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് നമുക്കറിയാം. അദ്ദേഹം തന്നെ പറയുക, ഇറ്റ്സ് മോർ സയൻറ്റിഫിക്. അതായത് 2, 3, 4 തലമുറകളിലേക്കൊക്കെ DNA ഇത്തരം ട്രെയ്റ്റ്സ് തുടരുമെന്നുള്ളത് സയൻറ്റിഫിക്കാണ്. ഈ 4 തലമുറ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നത് അദ്ദേഹം പറയുമായിരുന്നു, സയൻറ്റിഫിക്കായിട്ട് പോലും ചില ട്രെയ്റ്റ്സ്, ചില സ്പിരിച്വൽ ട്രെയ്റ്റ്സ് പോലും 4 തലമുറകൾ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പം നമുക്ക് ചില പാപചായ്വുകളുണ്ട്. ഈ പാപചായ്വ് എനിക്കറിയാം അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ നമ്മുടെ കത്തോലിക്കാ സഭയുടെ മതഗ്രന്ഥത്തിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഈ CCC കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 419 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ത്രന്തോസ് സൂനോദോസിനൊപ്പം നാം വിശ്വസിക്കുന്നതാണിത്. മനുഷ്യ പ്രകൃതിക്കൊപ്പം ഉത്ഭവ പാപം ഓരോ മനുഷ്യനിലേക്കും സംക്രമിക്കുന്നത് പ്രജനനത്തിലൂടെയാണ്. ഇത് തലമുറകളിലൂടെ കൈമാറുകയാണ്. നോട്ട് ത്രൂ ഇമിറ്റേഷൻ, അനുകരണത്തിലൂടെയല്ല പാപം വരുന്നത്, അത് തലമുറകളിലൂടെ കൈമാറപ്പെടുന്നുണ്ട് ചില പാപചായ്വുകൾ. എനിക്കറിയാം ഇതല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഞാൻ ഈ പറയുന്നത് പലർക്കും ഒരു സംശയം, അങ്ങനെ വരുമോ അച്ഛാ? ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞു തരട്ടെ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഞാൻ കുട്ടനാട്ടുകാരനാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ കുട്ടനാട്ടിൽ ഈ പുഴയോരത്തൊക്കെ തെങ്ങ് നിൽപ്പുണ്ട്, ആറ്റുതീരത്ത് തെങ്ങുണ്ട്. അപ്പോൾ ഈ തെങ്ങിന്, ഈ ആറ്റുതീരത്തെ തെങ്ങ് ചിലപ്പോൾ ഇങ്ങനെ ചാഞ്ഞ് പുഴയിലോട്ടങ്ങ് പോകും, തലയങ്ങ് പുഴയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ആ തെങ്ങേന്ന് ഒരു തേങ്ങ വീണാൽ ആ തേങ്ങ വീഴുന്ന എവിടെ ആയിരിക്കും? അത് വെള്ളത്തിലേ വീഴൂ. വേര് ഇവിടെ ഉണ്ട്, കരയിലുണ്ട്, പക്ഷെ ഈ തെങ്ങ് ചാഞ്ഞു പോയത് പുഴയിലോട്ടാണ്. അപ്പം നമുക്കുമൊക്കെ തലമുറകളിൽ ഇങ്ങനെ ഒരു ചായ്വ് കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ തലമുറകൾ ഇങ്ങനെ പാപത്തിലേക്ക് ചാഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മളിൽ ഒരു പ്രവൃത്തി ഉണ്ടായാൽ ആ പ്രവൃത്തി സ്വാഭാവികമായിട്ടും ഈ പാപചായ്വിൻ്റെ തുടർച്ചയായിട്ട് മാറും. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? നമ്മൾ കണ്ടിട്ടില്ലേ, നാട്ടുപുറങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വളഞ്ഞു പോകുന്ന തെങ്ങിനെ നമ്മളിങ്ങനെ സ്റ്റേക്കമ്പി കൊണ്ട് വലിച്ച് നേരെ പിടിച്ച് നിർത്തത്തില്ലേ, വലിച്ചു കെട്ടി നേരെ നിർത്തത്തില്ലേ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിൽ അത്തരം ചില പാപങ്ങളിലേക്ക് വി ആർ ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ഇറ്റ്, ചില പാപങ്ങളിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ദൈവകരുണ കൊണ്ട് കുടുംബ മരത്തെ നേരെ പിടിച്ചു നിർത്തണം. അല്ലെന്ന് വരികിൽ നമ്മളിലേക്ക് ആ ദൈവകരുണ എത്താതെ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കും. നമ്മൾ ഈ ചായ്വിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ചായ്വിൽ നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ദൈവജനമേ, നമ്മൾ കുറച്ച് നേരമായിട്ട് കേൾക്കുന്ന, ഞാൻ പറഞ്ഞു, ഇതൊരു വലിയ ബൃഹത്തായ ഒരു വലിയ കനഗംഭീരമായ ഒരു ടോക്കിനേക്കാൾ ഞാൻ ആഗ്രഹിച്ചത് ആത്മാവിനോട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഹൃദയം കൊണ്ട് ഞാൻ സംസാരിക്കുകയും ഹൃദയം കൊണ്ട് നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകണം എന്നാഗ്രഹിച്ചാണ് ഇത് സംസാരിച്ചത്. ദൈവ കരുണയിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ കരുണ നമ്മളോടുള്ള കർത്താവിൻ്റെ ബേസിക് ആറ്റിറ്റ്യൂഡാണെന്ന് വിശ്വസിക്കുക. ഈ കരുണ അനുഭവിക്കാൻ ഹൃദയ കവാടങ്ങൾ തുറന്നിടുക മാത്രം ചെയ്യുക. കർത്താവിൻ്റെ കരുണയ്ക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അത് പാപിയും നീതിയും നീതിമാനും നമ്മുടെ ക്ലെയിമായിട്ട് എടുക്കണം. കർത്താവിൻ്റെ കരുണ അനുഭവിക്കുക എന്നുള്ളത്, കർത്താവിൻ്റെ കരുണ അനുഭവിക്കാൻ അനുദപിക്കണം, പാപത്തിൽ നിന്ന് മാറണം, ഈശോയിലേക്ക് ഓപ്റ്റ് ചെയ്യണം. ഇനിയിപ്പം നമ്മൾ വിചാരിക്കുകയാണ്, പാപം മാറ്റി വെച്ചിട്ട് അങ്ങനെ ഇപ്പം എനിക്ക് ആ ചെലവിൽ ദൈവകരുണ വേണ്ട എന്ന് തീരുമാനിച്ചാൽ, കർത്താവിൻ്റെ ജാഗ്രതയുടെ വാക്കുണ്ട്, എൻ്റെ കരുണയെ നിഷേധിക്കുന്നവർ എൻ്റെ നീതിയുടെ കരങ്ങളിൽ എത്തും. കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാൻ മടിക്കുന്നവർ നീതിയുടെ വാതിലൂടെ കടന്നു പോകേണ്ടി വരും. അത് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയിലേക്ക് നമുക്ക് തിരിയാൻ പറ്റണം. കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിയണം. പാപം മാറ്റിവെച്ച്
പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കരുണയിൽ വിശ്വസിക്കുക. ആ കരുണ നമ്മളെ ആശ്ലേഷിക്കും. കർത്താവിൻ്റെ കരുണ, ഗോഡ്സ് മേഴ്സി വിൽ ഹഗ് യു. കർത്താവിൻ്റെ കരുണ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുന്ന അനുഭവം നമുക്ക് കിട്ടും. അതിന് പൂർവ്വകാലത്തിൻ്റെ പാപചായ്വുകളെ തിരിച്ചറിഞ്ഞേറ്റു പറയണം. ചില കുടുംബത്തിൽ ചില പാപചായ്വുകൾ ഇങ്ങനെ റെക്കറിങ് ആയിട്ട് തലമുറകളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് കുടുംബവൃക്ഷത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങണം. അങ്ങനെ ഈ ശുശ്രൂഷയിൽ നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം. വിശുദ്ധീകരണം ആഗ്രഹിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ തുടർന്ന് കർത്താവിൻ്റെ വലിയ കരുണയുടെ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് നിരവധിയായ നിയോഗങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ ഒക്കെ കർത്താവിൻ്റെ കരുണയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ബിൻസി എന്ന മകൾക്ക് വിവാഹം കഴിഞ്ഞ് 6 വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് 9 വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞുമായി വന്ന് മാതാവിൻ്റെ രൂപത്തിന് ചുറ്റും മുട്ടൽ നീന്തി പ്രാർത്ഥിക്കാമെന്ന് നേർന്നു. അതിൻ്റെ ഫലമായി ഒരു കുഞ്ഞു മകളെ നൽകി ദൈവം ആ മകളെ അനുഗ്രഹിച്ചു. ഈ വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും ദൈവകരുണയുടെ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. സ്മിത എന്ന മകൾക്ക് സ്വന്തമായി ഒരു വീടുണ്ടായിരുന്നില്ല. ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം എഴുതി ഇട്ടേക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായി സ്വന്തമായി ഒരു വീട് വാങ്ങിക്കാൻ സാധിച്ചു. ഈ വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും ദൈവകരുണയുടെ അമ്മയ്ക്കും 1000 നന്ദി. ചിന്നു എന്ന മകളുടെ അനിയൻ ബേസിലിന് മൂക്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടായതിനാൽ അത് CT സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. CT ചെയ്യുമ്പോൾ എല്ലാം നോർമലായിരിക്കുവാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും നേർന്നു. അതിൻ്റെ ഫലമായി പിന്നീട് ഡോക്ടറിനെ കണ്ടപ്പോൾ എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. ഈ വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ഈ മകൾ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആൽബിൻ സിബി എന്ന മകന് ഒമാനിൽ ഇലക്ട്രീഷ്യൻ ജോലി ലഭിച്ചു. ഈ വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഈ വലിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ദൈവകരുണയുടെ നൊവേനയ്ക്കായി നമുക്കൊരുക്കാം. ഭക്തിയോടെ ദൈവകരുണയുടെ നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഇന്ന് നൊവേനയുടെ ഈ 6ാം ദിനത്തിൽ എളിമയോടെ, ശിശുസഹജമായ നിഷ്കളങ്കതയോടെ
ഈ നൊവേനയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെയും സഭയുടെയും എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഭക്തിപൂർവം ഈ നൊവേനയിൽ പങ്കാളികളാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ പിതാവിൻ്റെ കരുണ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ കരുണ വർഷിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്ത ഈ ദേവാലയത്തിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത ഈ ആലയത്തിൽ വന്ന് ദുഃഖിതമായ ആത്മാവോടും തളർന്ന ഹൃദയത്തോടും കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വഴി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ വർഷിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാസഹനത്തെയും പ്രതി ഞങ്ങളോട് കരുണ തോന്നണമേ. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്നരുളി ചെയ്ത് ആത്മാക്കളോടുള്ള സ്നേഹം പ്രകടമാക്കിയ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ച ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതാ നിൻ്റെ അമ്മ എന്നരുളി ചെയ്തുകൊണ്ട് സ്വന്തം അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി തന്ന ഈശോയെ, ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ, സർവലോകത്തിനും സർവലോകത്തിനും ജീവന്റെ ഉറവിടവും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണിയും ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായി ഈശോയെ സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയെത്തിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ആമേൻ. നൊവേന 6-ാം ദിവസം. എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്നെൻ്റെ സമീപത്ത് കൊണ്ടുവരിക. അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണവർ. എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എൻ്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന ഉറപ്പ് അവർക്ക് നൽകിക്കൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
ഏറ്റവും കരുണയുള്ള ഈശോയെ, ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞാൻ ശാന്തശീലനും വിനീതനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിനെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിനീത ഹൃദയരെയും ശിശുക്കളെയും അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. ഈ ആത്മാക്കളാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്ക് ഒരു നിത്യഗേഹമാണ്. സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിത്യനായ പിതാവേ, അനുകമ്പാർദ്രമായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയുമുള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കൃപാകടാക്ഷം പതിക്കണമേ. അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണല്ലോ അവർ. ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ പരിമളം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു. കരുണയുടെ പിതാവേ, സർവനന്മകളുടെയും ഉറവിടമേ, ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്ക് ഇവരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞങ്ങൾ യാചിക്കുന്നു. ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്ന് ചേർന്ന് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പുകഴ്ത്തുവാൻ ഇടവരട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് ദൈവകരുണയുടെ ജപമാല മുട്ടിന്മേൽ നിന്നുകൊണ്ട് ചൊല്ലാനായിട്ട് ശ്രമിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയുള്ള ആഹാരം നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ദൈവമേ, നിൻ കരുണയെത്ര അവർണ്ണനീയം. പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ. 70 തവണയല്ല നീ ക്ഷമിക്കുന്നു. ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു. പിതാവിൻ്റെ കരുണ മക്കളിൽ അപാരം തന്നെ. അതിനേക്കാൾ എത്ര വലുതാ നിന്റെ കാരുണ്യം. സമുദ്രത്തെ വെന്തിടുന്ന ആഴമുണ്ടല്ലോ. ഗഗനത്തെക്കാളേറെ ഉയരമുണ്ടല്ലോ. ദൈവമേ, നിൻ കരുണയെത്ര
പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ. 70 തവണയല്ല നീ ക്ഷമിക്കുന്നു. ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു. പിതാവേ നിൻ മക്കളല്ലോ ഞങ്ങളെല്ലാരും. ഭുവനവാസം ചെയ്തിടുന്ന പതികരെല്ലാരും. ഞങ്ങളങ്ങേ ഭവനമണയ വരം തന്നിടൂ. സ്വർഗരാജ്യം ഞങ്ങൾക്കായി നീ തുറന്നിടൂ. ദൈവമേ നിൻ കരുണയെത്ര അവർണ്ണനീയം. പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ. 70 തവണയല്ല നീ ക്ഷമിക്കുന്നു. ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു. ദൈവകരുണയുടെ സ്തുതിപ്പുകൾക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗവാസികളോടൊപ്പം ഭക്തിപൂർവം സാഘോഷം ദൈവത്തിൻ്റെ കരുണയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിൻ്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാക്കാനാകാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികവും അമാനുഷികവുമായ ബുദ്ധിക്ക് അളക്കാനാകാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാവരിലേക്കും ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തെക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ പാപികൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോ മിശിഹായിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവനും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകമായി ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് ഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും
ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളെല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏകപ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മക്കളോട് അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ. കരുണ കാണിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളിയും മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, അനന്തകാരുണ്യത്തിൻ്റെ ഉറവിടമേ, സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ, കനിവോടെ ഞങ്ങളുടെ മേൽ നോക്കണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നിരാശരും ദുഃഖിതരുമാകാതെ കാരുണ്യവും സ്നേഹവും തന്നെയായ അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കരുണയുടെ വക്താക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകരുണ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും മാതാപിതാക്കളുടെ മേലും പൂർവികരുടെ മേലും അങ്ങയുടെ കരുണ ചൊരിയണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.